ആ നീ എത്തിയോ? ഇത്ര നേരം വൈകിപ്പോ ഞാൻ വിചാരിച്ചു നീ ഇന്നിനി വരൂലാന്ന്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകുപോയി. ആ എനിക്ക് തോന്നി. ഞാൻ നിന്നെ കുറെ പ്രാവശ്യം ഫോണിലും വിളിച്ചല്ലോ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്ത് പറ്റി? ഫോണിൽ ചാർജ് ഇല്ല, അതാ ഓഫായി പോയത്. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ടല്ലോ. എന്താടാ കാര്യം? ഏയ് അതൊന്നുമില്ല. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലായില്ലേ, നീ കാര്യം പറയടാ, എന്താ പ്രശ്നം? അത് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ ഒരേ വഴക്കാ. എന്തിനേതിനും കുറ്റം. ഞങ്ങൾ തമ്മിൽ ഇനി ഒത്തുപോകുന്നു തോന്നില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പരം സ്നേഹമില്ലാത്തവരായി മാറി. അതൊക്കെ നിന്റെ വെറും തോന്നലാടാ, എല്ലാം ശരിയാവും. ഹലോ, എപ്പോ? ഓന്റെ ഫോൺ സ്വിച്ച് ഓഫാ, അതാ വിളിച്ചിട്ട് കിട്ടാത്തത്. ഞാൻ അവനോട് പറയാം. എടാ, നിന്റെ വൈഫിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഓൾ ഡ്യൂട്ടി നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. നിന്റെ അളിയനാപ്പോ വിളിച്ചത്, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആക്സിഡന്റോ? എന്തായാലും സീരിയസ് ആയി പറ്റീനോ? ഓളോട് എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഓള് കേൾക്കൂല. എന്റെ ബാഗ് എവിടെയെന്ന് വെച്ച്. നീയോ? എടാ, എന്റെ ലൈഫ് വെച്ചാ നീ കളിക്കുന്ന? നിന്റെ ഈ വർത്താനത്തില് എന്റെ നല്ല ജീവൻ അങ്ങ് പോയത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല ഏട്ടാ, നിങ്ങൾക്കെന്തോ പറ്റിയെന്ന് അജീർക്ക പറഞ്ഞിട്ട് ഞാൻ ഓടിക്കഴിച്ചിട്ട് വന്നതാ. രണ്ടാളോട് സോറിട്ടോ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞത്. എടാ, ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ടാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വഴക്കടിച്ച് നടക്കുന്നത്. എടാ, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ മനസ്സ് കൊണ്ടിടക്കാനുള്ളതല്ല. എടാ, ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, അത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, അല്ലാതെ കലഹിച്ചുകൊണ്ടല്ല.